ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ വേദയും വിക്രമും കാട്ടിൽ തന്നെ ആയിരിക്കും കേട്ടോ. അങ്ങനെ വേദേനെയും വിക്രമിനെയും കാണുന്നുണ്ട് കേട്ടോ, അഭിലാഷും കൂട്ടരും. അങ്ങനെ പെട്ടെന്ന് തന്നെ വേദേനെയും പിടിച്ചുകൊണ്ട് നമ്മുടെ വിക്രം ഓടുന്നൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ വേദയ്ക്ക് കാലിന് നല്ല വേദനയുണ്ട്. അപ്പോൾ ഇടയ്ക്കൊക്കെ ഒന്ന് എടുത്തുകൊണ്ടൊക്കെ ഓടുന്നുണ്ട് കേട്ടോ. അപ്പോൾ വേദയുടെ മനസ്സിൽ ആകെ സങ്കടവും ഒക്കെയാണ്. കാരണം മറ്റേ പെൺകുട്ടി മരിച്ചല്ലോ. അപ്പോൾ അതൊക്കെ ഓർത്തിട്ട് വേദയുടെ മനസ്സ് വല്ലാതെ വേദനിക്കുകയാണ് കേട്ടോ. അങ്ങനെ വിക്രമാണെങ്കിൽ ആശ്വസിപ്പിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഇരിക്കുകയാണ് നമ്മുടെ വേദയാണെങ്കിൽ ഇങ്ങനെ കുറേ പൂക്കളൊക്കെ ഇങ്ങനെ കാണുകയാണ് കേട്ടോ. അങ്ങനെ ആ പൂക്കൾ കാണുമ്പോഴത്തേനും വേദയ്ക്ക് ഒരുപാട് ഇഷ്ടപ്പെടുക സന്തോഷമൊക്കെ ആകുകയാണ്. ആ സമയത്ത് നമ്മുടെ വിക്രമാണെങ്കിൽ ബൈക്ക് വെച്ചിരിക്കുന്ന ആ ഒരു സ്ഥലം ഏകദേശം അടുത്തെത്താറായി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ദിശകളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയായിരിക്കും കേട്ടോ. അപ്പോൾ വേദ പറയുന്നുണ്ട്, അപ്പോൾ വേദയോട് ഇങ്ങനെ പറയണം, ഇവിടെ ആയിരിക്കും നമ്മുടെ ബൈക്ക് ഇരിക്കുന്നത്, അപ്പോൾ വണ്ടിയുടെ ഒക്കെ സൗണ്ട് കേൾക്കുന്നുണ്ട്, അപ്പോൾ നമുക്ക് വേഗം തന്നെ ഇവിടുന്ന് രക്ഷപ്പെടാം എന്ന് പറഞ്ഞ് പോകാൻ നിൽക്കുമ്പോൾ വേദയാണെങ്കിൽ ഇങ്ങനെ ആ പൂക്കൾ നോക്കി ആസ്വദിച്ചുകൊണ്ടിരിക്കുന്ന കാണുകയാണേ. അത് കാണുമ്പോൾ വിക്രമിന് ദേഷ്യം പറഞ്ഞിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് വിക്രം പറയുന്നുണ്ട്, നീ എന്തായി കാണിച്ചുകൊണ്ടിരിക്കുന്നത്? ഇവിടെ മനുഷ്യൻ ജീവന് വേണ്ടിയിട്ട് ഇതായിക്കൊണ്ടിരിക്കുമ്പോഴാണ് അവളുടെ ഒരു പൂവും സെൻറ്റിമെൻറ്റ്സും റൊമാൻസും ഒക്കെ എന്നൊക്കെ പറയാൻ കേട്ടോ. ഇതൊന്നും മൊരടന്മാർക്കും റൗഡികൾക്കും പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. ഇത് നോക്കി എന്ത് ഭംഗിയാണ് ഇവിടെ നിൽക്കുന്നത് കാണാനെന്ന്. നമ്മുടെ നാട്ടിൽ കാണും ഇതുമല്ലേ, കണ്ടോ കാട്ടിൽ എന്ത് രസമായിട്ടായിരുന്നു നിൽക്കുന്നത്, ആരുടെ ശല്യങ്ങളൊന്നും ഇല്ലാതെ എന്നൊക്കെ പറയാൻ കേട്ടോ. പിന്നെ നീ ഭാവനയിൽ ഓരോന്ന് ചിന്തിച്ചു കൂട്ടുകയോ കവിത എഴുതുകയോ ഒക്കെ ചെയ്തോ, ഇപ്പോൾ എനിക്ക് അതിനൊന്നും നേരില്ല, നിനക്ക് വരാൻ പറ്റുമെങ്കിൽ നീ വാ എന്നൊക്കെ പറയാൻ കേട്ടോ. ഈ സമയത്ത് എനിക്ക് മാല വേണം, തലയിൽ കിരീടം പോലെ വെച്ച് തരണമെന്നൊക്കെ പറയുന്നുണ്ട്. ഈ ഒരു സ്റ്റോറി ഞാൻ മുന്നേ ഇട്ടിട്ടുണ്ട്. അങ്ങനെ വിക്രം അത് ഗതി കെട്ടിട്ട് അതൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അഭിലാഷും കൂട്ടരെയും കാണുമ്പോൾ പെട്ടെന്ന് അവിടെ നിന്ന് അവർ ഓടി രക്ഷപ്പെടാനൊക്കെ ശ്രമിക്കാൻ കേട്ടോ. അങ്ങനെ ആയിരിക്കുന്ന സമയത്തായിരിക്കും റോഡിൽ സൗണ്ടൊക്കെ കേൾക്കുമ്പോൾ ഇതേ നമ്മൾ അടുത്തെത്തിയിരിക്കുന്നു എന്ന് വിക്രം പറയുമ്പോൾ വേദയ്ക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്നില്ലേ. വേദ പറയുന്നുണ്ട്, ഈ കാട്ടിലുള്ള 2-3 ദിവസങ്ങൾ ഏതായാലും വളരെ സന്തോഷത്തിലായിരുന്നു. കാരണം വിക്രമിൻ്റെ മനസ്സും വിക്രമിൻ്റെ കെയറിങ്ങും ഒക്കെ കിട്ടിയ ഒരു സമയമായതുകൊണ്ട് തന്നെ വേദയ്ക്ക് അവിടെ നിന്നും പോകാൻ ഒട്ടും തന്നെ താല്പര്യം ഉണ്ടായിരിക്കില്ല കേട്ടോ. വേദ എങ്ങനെയെങ്കിലും അവിടെ കുറച്ച് ദിവസങ്ങൾ കൂടി പിടിച്ചു നിൽക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ് കേട്ടോ. അങ്ങനെ വേദയാണെങ്കിൽ റൗഡികളെ കാണുമ്പോൾ അവരുടെ മേലെ കല്ലെടുത്തെറിയാൻ കേട്ടോ. ഇവർ ഒളിഞ്ഞു നിൽക്കുമായിരിക്കും, പക്ഷേ വിക്രം കാണാതെ ആ കല്ലെടുത്തെറിയുമ്പോൾ റൗഡികൾ വന്ന് ഇവരെ വീണ്ടും പിടിച്ചുകൊണ്ടൊക്കെ പോയി കെട്ടിയിടുകയാണ് കേട്ടോ. അപ്പോൾ വിക്രം ഇതൊന്നും അറിയുന്നില്ലേ. അങ്ങനെ രണ്ടുപേരെയും കെട്ടിയിട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ രാത്രിയിൽ MLA വാസവനെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, സർ അവരെ കിട്ടിയിട്ടുണ്ട്, അവരെ ഇവിടെ കെട്ടിയിട്ടിട്ടുണ്ട്, സർ വന്നിട്ട് എന്താണെന്ന് വെച്ചാൽ ചെയ്തോളൂ എന്നൊക്കെ പറയാൻ കേട്ടോ. അങ്ങനെ രാത്രി ആകുകയെ അപ്പോഴേക്കും ഇങ്ങനെ കെട്ടിയിട്ടിരിക്കുകയായിരിക്കുമല്ലോ. അപ്പോൾ ഗുണ്ടകളെല്ലാം കൂടെ അഭിലാഷും കൂട്ടരെയൊക്കെ കൂടി ഇങ്ങനെ ചീട്ടൊക്കെ കളിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും കേട്ടോ. അത് കള്ളൊക്കെ കുടിച്ച് ചീട്ടൊക്കെ കളിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. ഈ സമയത്ത് നമ്മുടെ വേദയാണെങ്കിൽ വേദയുടെയും വിക്രമിനെയും കൂടെ ഒരു മരത്തിൽ അപ്പുറത്തും ഇപ്പുറത്തും ആയിട്ട് ഇങ്ങനെ കെട്ടിയിട്ടിരിക്കുകയായിരിക്കും കേട്ടോ. അപ്പോൾ വേദയുടെ കൈയും വിക്രമിൻ്റെ കൈയും ഇങ്ങനെ കൂട്ടി കെട്ടിയിരിക്കുന്നുണ്ട് തന്നെ നമ്മുടെ വിക്രമിൻ്റെ ബാക്ക് വശത്തേക്കായിരിക്കും വേദയുടെ കൈ ഇരിക്കുന്നത്. അപ്പോൾ വേദയുടെ കൈ ഇങ്ങനെ കൊള്ളുമ്പോൾ പെട്ടെന്ന് ഇക്കിളി എടുക്കാൻ കേട്ടോ വിക്രമിനെ. അപ്പോൾ എന്താ ഇപ്പോൾ ഉണ്ടായെന്ന് ചോദിക്കുമ്പോൾ അത് നിൻ്റെ കൈ വെച്ചിട്ട് ഇക്കിളി എടുത്താൽ, അപ്പോൾ റൗഡിക്ക് ഇങ്ങനൊരു വീക്ക്നെസ് ഉണ്ടായിരുന്നല്ലേ, എന്നാ ഇന്ന് കാണിച്ചു തരാം എന്നൊക്കെ പറഞ്ഞിട്ട് വിക്രമാദിത്യ ഈ ഒരു വീക്ക്നെസ് കൊള്ളിലാട്ടോ റൗഡികൾക്കൊന്നും എന്നൊക്കെ പറഞ്ഞിട്ട് ഇക്കിളി എടുക്കാനുണ്ടോ. അത് കേൾക്കുമ്പോഴത്തേക്കും വിക്രമിനാണെങ്കിൽ സഹിക്കാൻ പറ്റുന്നില്ല. വിക്രം അങ്ങ് ചിരിക്കുകയോ ഒച്ചയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ വേദയാണെങ്കിൽ വിടുമോ, വേദയാണെങ്കിൽ ഇങ്ങനെ ഇക്കിളി ഇട്ടുകൊണ്ടിരിക്കുകയായിരിക്കും കേട്ടോ. ഇത് കേൾക്കുമ്പോൾ റൗഡികൾ പറയുന്നുണ്ട്, ഇതെന്താ ഇവിടെ കാണിച്ചു കൂട്ടുന്നത്, എന്താ നിങ്ങളുടെ വായും എല്ലാം കൂടെ കെട്ടിയിടണോ, മര്യാദയ്ക്ക് ഇരുതലേക്കിലുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് റൗഡികൾ ഇങ്ങനെ ഒച്ച വെക്കാണ്. അതിലൊരു റൗഡിയോട് പറയാണ്, ചെന്നത് നോക്കിയിട്ട് വന്നേ എന്ന് പറയാൻ കേട്ടോ. അങ്ങനെ അയാൾ അടുത്തേക്ക് ചെന്നിട്ട്, ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം, രണ്ടിനും കുത്തി ശരിയാക്കും, മിണ്ടാതെ ഇവിടെ ഇരുന്നണം, മനുഷ്യനെ മനസ്സമാധാനം കളയാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞിട്ട് നേരെ അവരെ ആ ഗുണ്ടകളൊന്ന് തിരിഞ്ഞു നോക്കിയിട്ട് അയാളാണെങ്കിൽ വിക്രമിനെ ഒരു കത്തി എടുത്ത് കൊടുത്തിട്ട് പറയണം, എങ്ങനെയെങ്കിലും ഇവിടുന്ന് രക്ഷപ്പെട്ടുമോ എന്ന് പറയണേ. അപ്പോൾ വിക്രം അത് വിശ്വസിക്കുന്നില്ല കേട്ടോ. അപ്പോൾ വിക്രം ചോദിക്കുന്നുണ്ട്, ഇപ്പം എന്താ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ, നീ മറന്നു പോയാലും ഞാൻ മറക്കില്ല, പണ്ട് എൻ്റെ അച്ഛൻ വയ്യാതെ അസുഖം കൂടിയിട്ട് ഹോസ്പിറ്റലിൽ കിടന്നപ്പോൾ കുറേ പേരുടെ മുമ്പിൽ ചെന്ന് ഞാൻ കൈനീട്ടിട്ടുണ്ട്, ആരും എനിക്ക് 1 രൂപ തന്ന് സഹായിച്ചില്ല, പക്ഷേ അന്ന് നീ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, നീ അത് ഓർക്കുന്നുണ്ടോയെന്നറിയില്ല, 3-4 വർഷങ്ങൾക്ക് മുമ്പാണ്, അതുകൊണ്ട് നിൻ്റെ സ്നേഹം നിൻ്റെ ആ നന്ദിയൊന്നും ഞാൻ മറക്കില്ല, അതുകൊണ്ടാണ് പറഞ്ഞത്, എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടോളൂ, ഇപ്പോൾ എല്ലാവരും ബോധലഹരിയിൽ ഇരിക്കുകയല്ലേ, നീ എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടോ എന്നൊക്കെ പറയാൻ കേട്ടോ. അങ്ങനെ ആ കത്തി കൊടുക്കുകയാണേ. ഉടനെ വേദയ്ക്ക് സങ്കടമാകാൻ കേട്ടോ. ഞാനാണെങ്കിൽ കുറച്ച് ദിവസങ്ങൾ ഇവിടെ നിൽക്കാമെന്ന് വിചാരിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട് വേദ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കാനായിരിക്കും കേട്ടോ. അങ്ങനെ വിക്രം പതിയെ ആ കത്തി കൊണ്ടിട്ട് കയറ് മുറിച്ചിട്ട് അവരവിടെ നിന്ന് രക്ഷപ്പെടുന്നുണ്ട് കേട്ടോ. അങ്ങനെ ബൈക്കിരിക്കുന്ന സ്ഥലത്തേക്ക് ചെന്ന് ബൈക്കൊക്കെ എടുത്തുകൊണ്ട് പോകുമായിരിക്കേ. ഈ സമയത്ത് വേദയാണെങ്കിൽ ഇങ്ങനെ ഓരോന്ന് ഈ സമയത്ത് അവർ ഓടിപ്പോകുകയാണ് കേട്ടോ. ആ സമയത്ത് വേദയുടെ കാലിന് കുഴപ്പമൊന്നും ഉണ്ടായിരിക്കില്ലേ. അപ്പോൾ വിക്രം ചോദിക്കുന്നത്, ഇതെന്താ നിനക്ക് കാലിന് കുഴപ്പമൊന്നുമില്ലല്ലോ, അപ്പോൾ നീ എന്നെ പറ്റിക്കായിരുന്നു, ശരിയായിരുന്നു, എപ്പോൾ ശരിയായി, പിന്നെ ഇപ്പോൾ ശരിയായി എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ തലേന്ന് ശരിയായിട്ടുണ്ടായിരിക്കും, പക്ഷേ വിക്രമിനെ കൊണ്ട് നേടിപ്പിക്കാൻ വേണ്ടി വേദ കുറച്ചൊക്കെ ഒന്ന് അഭിനയിച്ചിട്ടുണ്ടായിരിക്കും കേട്ടോ. അങ്ങനെ പിന്നീട് അവർ ബൈക്കിൽ പോകുകയാണ് കേട്ടോ. ആ സമയത്ത് നമുക്ക് ഇങ്ങനെ ഒരു ട്രിപ്പ് പോയാലോ എന്ന് ചോദിക്കുമ്പോഴത്തേന്
ജീവൻ പണയം വെച്ചിട്ടാണ് ഞാനിപ്പോൾ അവിടെ നിന്ന് വന്നത്, നിന്നെ സമ്മതിക്കണം, നീ ഒരു സൈക്കോ എന്നൊക്കെ പറഞ്ഞ് രണ്ടുപേരുടെ നടുറോഡിൽ കിടന്ന് ബൈക്കിൽ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ അടിയൊക്കെ ഉണ്ടാക്കുന്ന സീനൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ തമിഴിനെ ബേസ് ചെയ്താണ് പറഞ്ഞത്. ഏകദേശം 90% ഇതേ സാമ്യത്തിൽ തന്നെയാണ് ഇപ്പോൾ കഥ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ അവർ പോയിക്കൊണ്ടിരിക്കുകയായിരിക്കും കേട്ടോ. ആ ഒരു സമയത്തായിരിക്കും വീട്ടിലാണെങ്കിൽ എല്ലാം കലങ്ങി മറിഞ്ഞിരിക്കുകയാണല്ലോ, കറണ്ടില്ല, വെള്ളമില്ല, അങ്ങനെ അല്ലാത്തൊരവസ്ഥയിൽ അതിൻ്റെ കൂട്ടത്തിൽ ജപ്തി നോട്ടീസും വെച്ചിട്ടുണ്ടായിരിക്കും കേട്ടോ. അങ്ങനെ ജപ്തി നോട്ടീസ് ഒട്ടിച്ചിട്ട് അവർ വന്നിട്ട് പറയുന്നുണ്ട് 2 ദിവസം കൂടെ സമയം തരുന്നുണ്ട്, ആ സമയത്തിനുള്ളിൽ ഇത് ചെയ്തില്ലെങ്കിൽ ഇടിച്ച് നിരപ്പാക്കും എന്നൊക്കെ പറയാൻ കേട്ടോ. അപ്പോൾ കമലാമ്മ മാഷിനോട് ചോദിക്കുന്നുണ്ട്, മാഷെ വിക്രം എവിടെയാണെന്ന് പോലും അറിയില്ല, നമുക്ക് ശ്രീനിവാസിൽ ചെന്ന് ഒന്ന് കാര്യങ്ങൾ പറഞ്ഞാൽ അദ്ദേഹം രാഷ്ട്രീയക്കാരനല്ലേ എന്ന് പറയുമ്പോഴത്തേക്കിനും നമ്മുടെ മാഷ് പറയുന്നുണ്ട്, ആ റൗഡിയൊക്കെ മുമ്പിൽ ചെന്നിട്ട് കേണ് അപേക്ഷിച്ച് നിൽക്കാവുന്ന എന്നെ കൊണ്ടാവില്ല, അതൊന്നും എൻ്റെ അഭിമാനത്തിന് ചേർന്നതായില്ല, വീട് ഇടിക്കുകയാണെങ്കിൽ ഇടിക്കട്ടെ, എല്ലാവർക്കും സമാധാനമാകുമല്ലോ, തൃപ്തിയാകുമല്ലോ എന്നൊക്കെ പറയാൻ കേട്ടോ. അപ്പോൾ നന്ദിനി വേദനയും വിക്രമിനെയും ഒക്കെ കുറ്റപ്പെടുത്തി സംസാരിക്കുകയാണ് കേട്ടോ. അങ്ങനെ വേദനയെക്കുറിച്ചൊക്കെ ഇങ്ങനെ എരിവ് കയറ്റി കൊടുത്തുകൊണ്ടിരിക്കുകയായിരിക്കും കേട്ടോ നന്ദിനി കമലാമ്മയ്ക്ക്. അപ്പോൾ ശ്രീജ പറയുന്നുണ്ട്, ഒന്നും മിണ്ടാതിരിക്കും നന്ദിനി എന്ന് പറഞ്ഞാലും അതൊന്നും കേൾക്കുന്നില്ല കേട്ടോ. അങ്ങനെ ഇരിക്കുമ്പോഴായിരിക്കും നമ്മുടെ വേദയും വിക്രമും കൂടെ അവിടേക്ക് വരികയാണ്. ബൈക്കിൽ ഇങ്ങനെ വരികയാണ്. അപ്പോൾ ഓടിച്ച് നന്ദിനി പറയുന്നുണ്ട്, അവർ വന്നു, വേദയും വിക്രമും വന്നു, രണ്ടുപേരും ഒരുമിച്ച് വന്നു. അപ്പോൾ എല്ലാവരും അത്ഭുതത്തോടെ വീടിന് വെളിയിലേക്ക് ഓടി വരികയാണ് കേട്ടോ. ഈ സമയത്ത് കമലാമ്മ ഓടിച്ച് വിക്രത്തിനോട് പറയുന്നുണ്ട്, എന്താ വിക്രം, നീ എവിടെയായിരുന്നു 2 ദിവസം എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാൻ കേട്ടോ. ആ സമയത്ത് നമ്മുടെ നന്ദിനിയെടുത്ത് ഈ കാര്യങ്ങളെല്ലാം അവതരിപ്പിക്കുന്നുണ്ട്. അതായത് ജപ്തിക്കാർ വന്നതും അതുപോലെ വീടിടിക്കുമെന്ന് പറഞ്ഞതും അങ്ങനെ എല്ലാ കാര്യങ്ങളും പറയാൻ കേട്ടോ. ഇതെല്ലാം കാരണം നീ നിൻ്റെ ഭാര്യയും കൂടെ എന്നൊക്കെ പറഞ്ഞിട്ട് ആകെ അങ്ങ് ഷൗട്ട് ചെയ്യാൻ കേട്ടോ. ഈ സമയത്ത് നമ്മുടെ കമലാമ്മ ചോദിക്കുന്നില്ല, അല്ല നീ എന്തിനാ ഇവളെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് എന്നൊക്കെ ചോദിക്കുകയാണ്. ഞാൻ പിന്നെ എങ്ങോട്ട് കൊണ്ടുപോകാനാണ് എന്ന് പറയുമ്പോഴത്തേക്കിനും വിക്രമിനോട് ചോദിക്കുന്നില്ല, നിന്നെ ജയിലിലിടാനും നിന്നെ തൂക്കിക്കൊല്ലാനും ഒക്കെ ആഗ്രഹിച്ച് നടന്നവളാ അവളെ ഇനി ഈ വീട്ടിലേക്ക് കയറ്റണ്ട, അതിന് ഞാൻ സമ്മതിക്കില്ല, നിൻ്റെ അച്ഛൻ പോലും എൻ്റെ വാക്കിന് ഒരു വിലയും കൽപ്പിച്ചില്ല, പക്ഷെ നീ എൻ്റെ വാക്കിന് വില കൽപ്പിക്കുമെന്ന് ഞാൻ കരുതിയുണ്ട്, നിന്നോട് ഞാൻ കോടതിയിൽ വെച്ചാൽ പറഞ്ഞാൽ ഇനി ഇവളെ ഇങ്ങോട്ട് ഇങ്ങോട്ട് കൊണ്ടുവരണ്ട എന്നൊക്കെ പറയാൻ കേട്ടോ. ഈ സമയത്ത് വിക്രം പറഞ്ഞിട്ട്, അമ്മേ ഇവളൊരു ആപത്തിലായിരുന്നു, ഇവളാണെങ്കിൽ MLA ആൾക്കാർ ഇവളെ തട്ടിക്കൊണ്ട് പോയേക്കുമായിരുന്നു, ഇവളുടെ അച്ഛനോടും അതുപോലെ തന്നെ വക്കീലിനോടും പിന്നെ എന്നോടും ഒക്കെയുള്ള ദേഷ്യത്തിന് ഇവളെ കൊണ്ടുപോയി ഇവളെ ശാരീരികമായിട്ടൊക്കെ പീഡിപ്പിക്കാനും ഒക്കെ ആയിരുന്നു. അതൊന്നും അമ്മയോട് എനിക്ക് തുറന്ന് പറയാൻ പറ്റില്ല, അമ്മാതിരി ഒരു അവസ്ഥയിലായിരുന്നു ഇവൾ. അപ്പോൾ ഇവളെ ഞാൻ രക്ഷപ്പെടുത്തി, അതിപ്പോൾ ഇവളുടെ സ്ഥാനത്ത് വേറെ ആരാണെങ്കിലും ഞാനങ്ങനെ ചെയ്യുള്ളൂ എന്നൊക്കെ പറയാൻ കേട്ടോ. ഈ സമയത്ത് അപ്പോൾ നന്ദിനി പറയാണ്, ആഹാ കൊള്ളാലോ, അപ്പോൾ ഇതിനിടയ്ക്ക് ഇതൊക്കെ സംഭവിച്ചോ? അപ്പോൾ കമലാമ്മ പറഞ്ഞിട്ട്, അങ്ങനെ പോയിക്കൊണ്ടെങ്കിൽ പൊക്കോട്ടടാ, ഇനിയിപ്പോൾ നിനക്കെന്താ, നിൻ്റെ ജീവന് ഒരു വിലയും കൽപ്പിക്കാത്തവളുടെ ജീവന് നീ വില കൽപ്പിക്കേണ്ട കാര്യമില്ല, ശരി രക്ഷപ്പെടുത്തി, എന്നാൽ അവൾ റോഡിൽ വിട്ടിട്ട് വരണ്ടേ, അതിന് നീ എന്തിനാ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരുന്നത്? ഉടനെ വേദ പറയുന്നുണ്ട്, അമ്മേ ഞാൻ ഇവിടെ അല്ലാതെ വേറെ എവിടേക്ക് പോകാൻ, ഇത് എൻ്റെ വീട്, നിൻ്റെ വീടെന്ന് 1000 പ്രാവശ്യം പറയുന്നുണ്ടല്ലോ, നിൻ്റെ വീടാകാൻ കാരണക്കാരൻ ഇവനല്ലേ, ഇവൻ ഇവിടെ ഇല്ലെങ്കിൽ പിന്നെ നിൻ്റെ വീട് എങ്ങനെ ആകും, ഇവനെ ഇവിടുന്ന് പുറത്ത് തെളിക്കാനല്ലേ നീ ശ്രമിച്ചുകൊണ്ടിരുന്നത് എന്നൊക്കെ പറഞ്ഞ കമലാമ്മ ആകെ ഷൗട്ട് ചെയ്യാൻ കേട്ടോ. അപ്പോൾ വിക്രം പറഞ്ഞിട്ട്, അമ്മേ ഈ വാതിൽക്ക് വെച്ച് ഈ കാര്യങ്ങളെല്ലാം വിളിച്ചു പോവാതെ എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട്, നമുക്കുള്ളിൽ കയറിയിട്ട് എന്തായാലും സംസാരിക്കാം എന്നൊക്കെ പറയാൻ കേട്ടോ. അങ്ങനെ ഇരിക്കുമ്പോഴായിരിക്കും നമ്മുടെ വേദയാണെങ്കിൽ റൂമിലേക്ക് ആയിരിക്കും കേട്ടോ. അങ്ങനെ വേദയ്ക്ക് ഫുഡൊക്കെ കൊണ്ടുവന്ന് നമ്മുടെ ശ്രീജ ആരും കാണാതെ കൊടുക്കുന്നൊക്കെ ഉണ്ട്. അങ്ങനെ തട്ടിക്കൊണ്ടുപോയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചോദിച്ചറിയാണ് ശ്രീജ. അപ്പോൾ പറയുന്നുണ്ട്, പക്ഷേ എന്തായാലും നല്ല രസമായിരുന്നു, നല്ല റൊമാൻസ് ആയിരുന്നു എന്നൊക്കെ പറയുമ്പോൾ, തട്ടിക്കൊണ്ട് പോയ സമയത്ത് അവിടെ വെച്ച് റൊമാൻസ് നടത്തുമായിരുന്നു നിങ്ങൾ രണ്ടുപേരും എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്നൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ നന്ദിനിയുടെ അടുത്ത് കുറേ പിരിയേറ്റി കൊടുക്കാൻ കേട്ടോ കമലാമ്മയ്ക്ക്. അങ്ങനെ കമലാമ്മ പെട്ടെന്ന് തന്നെ ശ്രീജയോട് പറയുന്നുണ്ട്, വേദനയും അതുപോലെ തന്നെ വിക്രമിനെ താഴേക്ക് വിളിക്കുക എന്ന് പറയാൻ കേട്ടോ. അങ്ങനെ ഇവരെ വിളിച്ചുകൊണ്ട് വരികയാണ്. ഈ സമയത്ത് വിക്രമിനോട് കാര്യങ്ങളെല്ലാം അങ്ങ് അവതരിപ്പിക്കാൻ കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, ഈ വീട്ടിൽ ഒന്നെങ്കിൽ ഇവളെ അല്ലെങ്കിൽ ഞാൻ, അത് മതി, ഞാനേ ഇവളെ കേട്ടണ്ടെന്ന് പറഞ്ഞപ്പോൾ നിൻ്റെ അച്ഛൻ പറഞ്ഞു അച്ഛൻ ഇറങ്ങി പോകുമെന്ന്. ഞാൻ പറയാം, ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകും, എനിക്ക് ആരും ഇല്ലയെന്ന് കരുതിയല്ലേ എല്ലാവരും എന്നെ ഇങ്ങനെ ഇതാക്കുന്നത്, ഞാൻ എൻ്റെ മക്കളെ അതുപോലെ സ്നേഹിച്ചു, പക്ഷേ അവരാരും എന്നെ തിരിച്ച് സ്നേഹിക്കുന്നില്ലാന്ന് എനിക്ക് മനസ്സിലായി. വിക്രം, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, ഇവൾ ഈ വീട്ടിൽ നിൽക്കുകയാണെങ്കിൽ ഞാൻ ഈ വീട്ടിൽ നിൽക്കില്ല എന്നൊക്കെ പറയാൻ കേട്ടോ. ഈ സമയത്ത് നമ്മുടെ വേദ പറഞ്ഞിട്ട്, അമ്മ എന്തൊക്കെയാണ് അമ്മയെ പറഞ്ഞത്, നീ അമ്മയെ എന്നെ വിളിക്കരുത്, ഒരിക്കൽ നിന്നോട് ഞാൻ അങ്ങനെ വിളിക്കാൻ പറഞ്ഞു, പക്ഷേ അതെല്ലാം നീ നശിപ്പിച്ചു, ഇനി എന്നെ നീ അങ്ങനെ വിളിക്കേണ്ട, എനിക്ക് അറപ്പ് തോന്നുന്നു എന്ന് പറഞ്ഞിട്ട് വിക്രമിനോട് പറയാണ്, ഞാനൊരു കാര്യം പറയാം, ഞാൻ കുറേ അനാഥാലയങ്ങൾ ഞാൻ നോക്കി വെച്ചിട്ടുണ്ട്, അതിലെവിടെയെങ്കിലും ഞാൻ പോയി കിടക്കും, നീ ഇവളുടെ കൂട്ടത്തിൽ ഇവിടെ നിൽക്കുകയാണെങ്കിൽ ഞാൻ അവിടെ പോകും എന്നൊക്കെ പറയാൻ കേട്ടോ. ഈ സമയത്ത് മാഷും അതുപോലെ വിക്രമും എല്ലാവരും കൂടെ എന്താ അമ്മ എന്നൊക്കെ പറഞ്ഞിട്ട് ഒന്ന് സംസാരിക്കുന്നൊക്കെയാണ് കേട്ടോ. അവസാനം നമ്മുടെ കമലാമ്മ പറയണം, ശരി എന്നാൽ നീ എനിക്കൊരു സത്യം ചെയ്യണം,
വേറൊന്നും വേണ്ട എന്ന് പറയണം. ആ സത്യം നീ എനിക്ക് ചെയ്തു തരുവാണെങ്കിൽ ഞാനിവിടെ നിന്നോളാം എന്ന് പറയാനും കേട്ടോ. അപ്പോൾ എന്താണമ്മേ എന്ന് ചോദിക്കുമ്പോഴായിരിക്കും നമ്മുടെ കമലാമ്മ ആ ഒരു എടുത്തിടുന്നത്. അതായത് മറ്റൊന്നുമല്ല, ഇനി ഒരിക്കലും ഇവളെ നീ ഭാര്യയെ അംഗീകരിക്കരുത് എന്ന് എനിക്ക് സത്യം ചെയ്തു തരികയാണ്, ഞാനിവിടെ നിൽക്കാം, അല്ലെങ്കിൽ നിൻ്റെ ഈ അമ്മ ഈ പടിക്ക് പുറത്ത് കിടക്കും എന്നൊക്കെ പറയാൻ കേട്ടോ. ഈ സമയത്ത് വിക്രം ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ്. വേദ എന്നിട്ട് ചോദിക്കില്ല, അമ്മ തന്നെയാണ് ഇതൊക്കെ പറയുന്നത്, അതെ എന്നെ ഇങ്ങനെ മാറ്റിയത് നീയാണ് എന്ന് പറഞ്ഞിട്ട് കമലാമ്മയും കരഞ്ഞുകൊണ്ട് നിൽക്കുമായിരിക്കും കേട്ടോ. വിക്രമിൻ്റെ മറുപടി കേൾക്കാൻ എല്ലാവരും ആകാംക്ഷയോടെ കാത്തു നിൽക്കുകയാണ്. ആ സമയത്ത് നന്ദിനി പറഞ്ഞിട്ട്, അങ്ങ് സത്യം ചെയ്ത് കൊടുക്കുക, നീ എന്താ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും പെട്ടെന്ന് വിക്രമാണെങ്കിൽ ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ്. ആ സമയത്ത് കമലാമ്മ ഇറങ്ങിപ്പോകാൻ നോക്കുമ്പോൾ അമ്മ ഇവിടെ നിൽക്കുക എന്ന് പറഞ്ഞിട്ട് സത്യം ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അത് കാണുമ്പോൾ അത് കേൾക്കുമ്പോൾ നമ്മുടെ വേദയുടെ ഹൃദയം തകർന്നു പോകുകയാണ്. ഒരു തരത്തിലൊന്ന് അടുത്ത് വരുമ്പോഴത്തേക്കിനും നമ്മുടെ ഡയറക്ടർ സാർ ഇവരെങ്ങനെയെങ്കിലും ഒന്ന് അകറ്റുന്ന ഒരു ശ്രമത്തിലാണ് കേട്ടോ. അങ്ങനെ ഇവർ പിന്നെ വിക്രമാണെങ്കിൽ മൈൻഡ് ചെയ്യാതെ ഒക്കെ ഇരിക്കാൻ കേട്ടോ വേദന. അങ്ങനെ ആ അമ്മയ്ക്ക് കൊടുത്ത സത്യം പാലിക്കാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ വിക്രം. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കാണെങ്കിൽ നമ്മുടെ രാധയാണെങ്കിൽ കാര്യങ്ങളൊക്കെ അറിഞ്ഞ് വീട്ടിലേക്ക് വരുന്നൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ രാധയ്ക്ക് ഒരുപാട് സന്തോഷമാണ് ഈ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോഴേക്കും രാധയെ അവിടേക്ക് വരണത്. അപ്പോൾ സത്യം ചെയ്ത് കൊടുക്കുന്നൊക്കെ കാണുമ്പോൾ രാധയ്ക്ക് പിന്നെയും അവിടെ ഒരു സ്കോപ്പ് ഉണ്ടെന്ന് മനസ്സിലാക്കുകയാണ് കേട്ടോ. പിന്നെ രാധയുടെ വിളയാട്ടവും ഒക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആയിരിക്കും ഇനി ഈ ഒരാഴ്ചത്തെ എപ്പിസോഡുകൾ പോകുന്നത്. അപ്പോൾ എന്തായാലും ഇതുപോലെയുള്ള അപ്കമിങ് എപ്പിസോഡുകൾ കേൾക്കാൻ താല്പര്യമുള്ളവർ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.